ഗുഡ് ഈവനിങ് എവരി വൺ. സോ നമുക്ക് നമ്മുടെ അടുത്ത സെഷൻ MCQ പോളിഷിംഗ് സ്കിൽസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സോ അതിന് തൊട്ട് മുമ്പായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇന്ന് April 23, 2024 അല്ലേ? ഇനി എക്സാക്ട്ലി 2 മാസം കഴിഞ്ഞാൽ നമ്മുടെ നീറ്റ് PG 2024 June 23 അല്ലേ? കറക്റ്റ് 2 മാസം ടൈമാണുള്ളത്. അപ്പോൾ ഇതിൽ പല ആൾക്കാർ പാനിക് ആവുന്നുണ്ട്. ഓൾറെഡി റിവിഷൻ കഴിഞ്ഞ ആൾക്കാരുണ്ട്, വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുന്നവരുണ്ട്. അതേസമയത്ത് ചില ആൾക്കാർക്ക് ഗ്രാൻഡ് ടെസ്റ്റിൽ സ്കോർ ഇമ്പ്രൂവ് ആവുന്നില്ല. ചില ആൾക്കാർ ഇപ്പോഴാണ് ഗ്രാൻഡ് ടെസ്റ്റ് ക്ലാസ്സിന്റെ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ ഗ്രാൻഡ് ടെസ്റ്റും അതുപോലെ MCQs ഇതിനു മുമ്പ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് പ്രിപ്പറേഷൻ സ്റ്റാറ്റസിലാണ് നിങ്ങൾ പലരും നിൽക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരെയും അഡ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ മെന്റർഷിപ്പ് സീരീസ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഒരു എക്സാം കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് MCQs ബെറ്റർ ആക്കാം, MCQസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ള രീതിയിൽ മനസ്സിലായോ? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി എക്സാക്ട്ലി 2 മാസം സമയമുള്ളത്. അപ്പൊ ഇതിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അധികം പാനിക് ഒന്നും ആവുന്നതിന് പകരം മാക്സിമം എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫോക്കസ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, പ്രിപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നമുക്ക് എങ്ങനെയാണ് നമ്മളെ തന്നെ പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റുക, ഇങ്ങനെ വേണം നമ്മൾ ആലോചിക്കാൻ. ഈ 2 മാസം ഞാൻ മാക്സിമം പ്രിപ്പയർ ചെയ്യും. അതിന് എന്തിനാ ഞാൻ മാക്സിമം പ്രിപ്പയർ ചെയ്യണത്? എനിക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം, എനിക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ വിചാരിച്ച റാങ്ക് എനിക്ക് കിട്ടണം അല്ലേ? ഞാൻ വിചാരിച്ച ഒരു റാങ്കിലേക്ക് എനിക്ക് എത്താൻ പറ്റണം. അപ്പൊ ആ ഒരു വിചാരിച്ച റാങ്കിലേക്ക് എനിക്ക് 2024 June 23 എക്സാമിന് ഞാൻ വിചാരിച്ച റാങ്കിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൗൺസിലിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച കോളേജിൽ എത്തും. ആൻഡ് 2025 ഈ സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ ജൂനിയേഴ്സ് വരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഫസ്റ്റ് ഇയർ കഴിയാറായിട്ടുണ്ടാവും PGയുടെ, നിങ്ങളുടെ ജൂനിയേഴ്സ് വരാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളെ തന്നെ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്പെഷ്യാലിറ്റി, റേഡിയോളജി, ഡെർമറ്റോളജി, മെഡിസിൻ, പീഡിയാട്രിക്സ്, സൈക്കാട്രിക്, അനസ്തേഷ്യ, ഓർത്തോപീഡിക്, സർജറി, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അത് ഡ്രീം ചെയ്യുക. നിങ്ങൾ ആ PG ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കുക. മനസ്സിലായോ? ആൻഡ് നിങ്ങളിപ്പോൾ 2025 2025 നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ജൂനിയേഴ്സിനെ വെയിറ്റ് ചെയ്യാണ്. മനസ്സിലായോ? ആ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തിങ്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഹാപ്പൻ ചെയ്യണമെങ്കിൽ എൻ്റെ മാക്സിമം ഞാൻ ഈ 2 മാസം എന്ത് ചെയ്യണം, ഇൻപുട്ട് കൊടുക്കണം. എൻ്റെ മാക്സിമം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ എന്ത് ചെയ്യുക, ഈ 2 മാസം ചെയ്യുക. ഈ 2 മാസം ഞാൻ മാക്സിമം മിസ്റ്റേക്സ് കുറയ്ക്കും, മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കും. അപ്പോൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെന്റർഷിപ്പ് സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലാസ്സുകളിൽ തന്നെ ഫാക്കൽറ്റീസ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുന്നതിനെ പറ്റിയിട്ടുള്ള കണ്ടന്റ് മാത്രമല്ലാതെ തന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ നിങ്ങളുടെ മൊറാൽ അതുപോലെ നിങ്ങളുടെ പ്രിപ്പറേഷനും ഏറ്റവും ഹയസ്റ്റ് ഒരു പെർഫോമൻസിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ വേണം, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഏറ്റവും ബെസ്റ്റ് ഹയസ്റ്റ് ലെവലിൽ തന്നെ സെറ്റ് ചെയ്യുക. ദാറ്റ് യു ആർ ഗോയിങ് ടു ക്രാക്ക് ദ bestest of your you are going to get the bestest of your rank in this NEET PG because you are going to work your maximum ഈ 2 മാസം. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MCQ പോളിഷിംഗ് സ്കിൽസ് ആണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ നിങ്ങൾ ഗ്രാൻഡ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സ്കോർ ചില ആൾക്കാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് MCQs എങ്ങനെയാണ് കുറച്ചും കൂടി അസസ് ചെയ്യേണ്ടത്, അതിലിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് റൂൾ ഔട്ട് ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് ഹാക്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്നിട്ട് ഈ സെഷനിൽ എടുക്കുന്ന കണ്ടന്റ് നമ്മൾ അടുത്ത് എഴുതുന്ന ഗ്രാൻഡ് ടെസ്റ്റുകളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗ്രാൻഡ് ടെസ്റ്റിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് വരുന്ന NEET PG എക്സാമിന് നമ്മുടെ സ്കോർ എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ വളരെ ആക്റ്റീവായിട്ട് സെഷൻ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ ഡോക്ടർ അഫ്സാനെ സെഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. സോ ഓവർ ടു യു അഫ്സാന. കേൾക്കാമല്ലോ അല്ലേ? Let me share my screen first. Okay, so
Good evening, everyone. I'm Dr. Afsana Fabi Khan. I had secured a rank of 347 in PG 2022, Junior Resident Dermatology Medical College, Kottayam. So, നമ്മളൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സെഷനിലേക്കാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് അബൌട്ട് പോളിഷിംഗ് അവർ MCQ സ്കിൽസ്. നീറ്റ് PG എക്സാമിന് നമ്മൾ ഒരുപാട് ഇരുന്ന് റിവൈസ് ചെയ്യുന്നു, ഒരുപാട് പഠിക്കുന്നു, ഒരുപാട് ഗ്രാൻഡ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. എവിടേക്കോ എങ്കിലും നമ്മളുടെ മാർക്കും സ്കോറും റാങ്കും ഒന്നും അങ്ങനെ ഇമ്പ്രൂവ് ആവുന്നില്ല. എനിക്ക് ഉത്തരം അറിയാം, പക്ഷെ ഞാൻ ഓപ്ഷൻ എഴുതുമ്പോൾ അത് തെറ്റുന്നു. എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. അശ്രദ്ധയുള്ള ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പം ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആയിട്ട് ഈവൻ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അതിന്റെ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാകാം. അങ്ങനെ പല പല റീസണുകൾ കൊണ്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകുന്ന കുറെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. സോ ഇത് കാണാൻ വന്നിരിക്കുന്ന മെജോറിറ്റി ആളുകളും ഈ വീഡിയോ കാണാൻ പോകുന്ന ആളുകൾ എല്ലാവരും ഇതേ പ്രശ്നം ഫേസ് ചെയ്യുന്നവരായിരിക്കും. ആൻഡ് ഐ ഷുഡ് സേ ഇത് ഓൾമോസ്റ്റ് ഒരു യൂണിവേഴ്സൽ ഇഷ്യൂ ആണ്. നീറ്റ് PG എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് MCQ സ്കിൽസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. സോ അതിനായിട്ട് നിങ്ങളുടെ മുന്നിലുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രാൻഡ് ടെസ്റ്റുകൾ തന്നെയാണ്. ആൻഡ് യു ക്യാൻ ഓൾസോ പ്രാക്ടീസ് ദിസ് ഓൺ യുവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പഴയ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കുള്ള നീറ്റ് PG എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് ടെസ്റ്റിനേക്കാളും കുറച്ചും കൂടെ നമ്മുടെ നീറ്റ് PG എക്സാംസിനോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വന്ന ആ ക്വസ്റ്റ്യൻസും അതിന്റെ ഓപ്ഷൻസും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ശരിക്കുള്ള നീറ്റ് PGയുടെ ഒരു ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അത്തരം ഒരു അത്തരം ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നീറ്റ് PG ഇനി വരാൻ പോകുന്ന പരീക്ഷയിലും ഏകദേശം ഒരേ പാറ്റേൺ ഒക്കെ തന്നെയായിരിക്കും നമുക്കത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ട്രിക്കുകൾ ഇനി ഒരു 2 മാസം സമയമുണ്ട്. ഇപ്പോഴേ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈ ഒരു 2 മന്ത് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സി ഫോർ മീ ഓൺഗോയിങ് എന്റെ ആ ഒരു പഠിത്തത്തിന്റെ പ്രോസസ്സിൽ ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ആക്ച്വലി ലൈക്ക് ഇറ്റ്സ് ഞാനിത് മനസ്സിലാക്കി എടുക്കേണ്ടി വന്നു ടുവേർഡ്സ് മൈ പ്രിപ്പറേഷൻ. ആ ഒരു ജേർണിയിൽ എനിക്കിത് മനസ്സിലാക്കി എടുക്കേണ്ടി വന്നു. പക്ഷെ നിങ്ങൾക്ക് ഇന്ന് ഇത് നിങ്ങളുടെ ഹാൻഡിലേക്ക് തരികയാണ്. സോ യൂസ് ദിസ് വൈസ്ലി ആൻഡ് ദിസ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു ഗെറ്റ് ഗ്രേറ്റ് റാങ്ക്. സോ ഡെഫിനറ്റ്ലി മേക്ക് യൂസ് ഓഫ് ദിസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ പ്രാക്ടീസ് ഗ്രൗണ്ട് അലോങ് വിത്ത് യുവർ GTs. സോ പ്രോപ്പർ ടൈം മാനേജ്മെന്റും കാര്യങ്ങളും ഒക്കെ പഠിക്കണമെങ്കിൽ സർപ്രൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ടാക്കിൾ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ GTs ചെയ്യണം. GTസിൽ ഒബ്വിയസ്ലി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്സ്ഡ് ആയിട്ട് വരും. പക്ഷെ മിക്കവാറും അത് ഒരു പ്ലാറ്റ്ഫോമിന്റെ ലൈക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ ദ മെയിൻ ടീച്ചേഴ്സ് ആൻഡ് ഓൾ അവർ ക്യൂറേറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും നമ്മുടെ GTസിൽ ക്വസ്റ്റ്യൻ ബാങ്കുകൾ പോലെ തന്നെ GTസിലും വരിക. അതിന്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മിക്സ്ഡ് ആവും. ആൻഡ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ നോട്ട് സോ ഡിഫറെന്റ് ഫ്രം ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നമ്മൾ ആ ഒരു പാറ്റേൺ തന്നെ ക്യൂറേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഗ്രാൻഡ് ടെസ്റ്റുകളും GTസിലും ഗ്രാൻഡ് ടെസ്റ്റിലും ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ വരുന്നത്. ദിസ് ഇസ് സംതിങ് ദാറ്റ് all of you know. സോ ഗ്രാൻഡ് ടെസ്റ്റിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ആക്ച്വലി ഹെൽപ്പ്. സോ ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. നീറ്റ് പാറ്റേൺ എന്താണ് എന്ന് നിങ്ങൾ എസ്പെഷ്യലി ഫെമിലറൈസ്ഡ് ആണ്. ഇറ്റ് ഇസ് ആക്ച്വലി വെരി സിമ്പിൾ. ടു ബി ഹോണസ്റ്റ് നീറ്റിൽ പല ടോപ്പിക്സും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഐ ക്യാൻ ഗിവ് എക്സാമ്പിൾസ്. കാസൽസ് നെക്ലേസ്, നമ്മുടെ നിയാസിൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി സ്ഥിരം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്പോറോത്രിക് ശൃംഖല സ്ഥിരം ചോദിക്കാറുണ്ട്. തൈറോയ്ഡ് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ABG ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. സോ ദർ ആർ തിങ്സ് ദാറ്റ് ആഫ്റ്റർ നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പഴയ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ടോപ്പിക്സ് ഒക്കെ എന്തായാലും റിപ്പീറ്റഡ് ആണ്. അപ്പൊ ആ റിപ്പീറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഹോട്ട് ഷോർട്ട് ഏരിയാസ് ആണ്. ഡെഫിനറ്റ്ലി അവിടെ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത അടുത്ത തവണയും വളരെയധികം കൂടുതലാണ്. അതും എന്റെ നീറ്റ് PG എക്സാമിൽ ഐ സ്റ്റിൽ റിമെമ്പർ ABGയിൽ നിന്നൊരു 3 ക്വസ്റ്റ്യൻ സംതിങ് ഉണ്ടായിരുന്നു. B3 വൈറ്റമിൻ B3 കുറിച്ച് ഒരു 3 ക്വസ്റ്റ്യൻ സംതിങ് ഉണ്ടായിരുന്നു. സോ അത്തരം റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ഒരു പേപ്പറിൽ തന്നെ ചോദിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാവുന്ന ഒരു പരീക്ഷയാണ് നീറ്റ് PG. സോ അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് അത്രയ്ക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാറ്റേൺ അല്ല. പഴയ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിടികിട്ടും. സോ അതിലേക്കാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾക്ക് വരുന്ന ഗ്രാൻഡ് ടെസ്റ്റുകളിൽ നിങ്ങൾ ഇത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ എങ്ങനെയാണ് നമ്മൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്? നിങ്ങളുടെ ഗ്രാൻഡ് ടെസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ നീറ്റ് PG ഒറിജിനൽ എക്സാം ആയിക്കോട്ടെ. സോ ഇത് കഴിഞ്ഞ സെഷനിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിരുന്നു. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ആദ്യത്തെ ഒരു ഹാഫ് അവർ എക്സാം എഴുതാൻ നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ആൻഷ്യസ് മൈൻഡ് സ്റ്റേറ്റ് ആയിരിക്കും. വി വിൽ ആക്ച്വലി ബി ടെൻസ്ഡ്. ചുറ്റുമുള്ള എല്ലാവരും ഏത് ലെവലിലായിരിക്കും പഠിച്ചത്, ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ടോ, പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? സോ ഡെഫിനറ്റ്ലി നമുക്ക് നീറ്റ് PGയുടെ തലേന്ന് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഒറ്റയടിക്ക് റിവൈസ് ചെയ്തിട്ട് 1-2 ദിവസം കൊണ്ട് റിവൈസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല. സോ നമുക്ക് ആ ഒരു ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷെ ബാക്കി നമ്മൾ മറന്നു ഇല്ലയോ എന്നൊക്കെയുള്ള ഡൗട്ടും ഒക്കെ കാരണം നമ്മൾ ഭയങ്കര ക്ലൗഡഡ് ആവുന്ന ഒരു അവസ്ഥയാണ് മിക്ക ആളുകളും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രധാന പ്രോബ്ലം. ആ ഒരു ആൻഷ്യസ് മൈൻഡ് സ്റ്റേറ്റ് ആണ്. ആൻഡ് ഈ ഒരു ആൻഷ്യസ് മൈൻഡ് സ്റ്റേറ്റ് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഗ്രാൻഡ് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായെന്ന് വരില്ല. കാരണം നിങ്ങൾ വീട്ടിലിരുന്നായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്നായിരിക്കും ചെയ്യുക. ഈ ഗ്രാൻഡ് ടെസ്റ്റിന്റെ മാർക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒന്നല്ല. അത് നിങ്ങൾ ഇംപ്രൂവ് ചെയ്താലും ഇല്ലെങ്കിലും അടുത്തൊരു ഗ്രാൻഡ് ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ നീറ്റ് PG എന്ന് പറയുന്ന എക്സാം നിങ്ങളുടെ ലൈക്ക് ഇറ്റ്സ് ഗിവൺ ടു യു ലൈക്ക് സിംഗിൾ ചാൻസ്, അല്ലെങ്കിൽ പിന്നെ ഇനി ഒരു വർഷം കഴിഞ്ഞ അടുത്ത ഒരു പോസിബിലിറ്റി നിങ്ങളിലേക്ക് വരുള്ളൂ. സോ അത്രയും ക്രൂഷ്യൽ ആയ ഒരു എക്സാം ആകുമ്പോഴേക്കും ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ചൊരു ആൻസൈറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതൊക്കെ ഇനി വരുന്ന സെഷനിലൊക്കെ പറയാം. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്നത് ആ ഒരു ആൻഷ്യസ് മൈൻഡ് സ്റ്റേറ്റ് ആയിരിക്കും നിങ്ങൾ യഥാർത്ഥ എക്സാം എന്തായാലും എഴുതാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ആൻഷ്യസ് മൈൻഡ് സ്റ്റേറ്റ് ആയിരിക്കുമെന്ന് ഇന്നേ അറിയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇപ്പോഴേ നമ്മുടെ ബ്രെയിനെയും നമ്മുടെ മൈൻഡ് സെറ്റിനെയും പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ഒരു ഗ്രാൻഡ് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എന്റെ പേഴ്സണൽ സജഷൻ ആണ് ആദ്യത്തെ ഒരു 5 ക്വസ്റ്റ്യൻ യു ക്യാൻ സ്കിപ്പ്. കാരണം
the first 5 questions in almost every exam, including maybe NEET PG. എനിക്ക് NEET PG യിൽ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇതുവരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ഗ്രാൻഡ് ടെസ്റ്റുകളിലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ടഫ് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ്ലി ടഫ് ക്വസ്റ്റ്യൻസ്. എക്സാക്ട്ലി വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി അത് നിങ്ങൾക്ക് തരില്ല. അതിനൊരു റീസൺ ഉണ്ട്. അതായത് ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ആ ഒരു ആൻഷ്യസ് മൈൻഡ് സ്റ്റേറ്റ് ഇരിക്കുന്നു, കാണുന്നു, ആദ്യത്തെ ക്വസ്റ്റൻ നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ പാനിക്കായി തീർന്നു. രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കി നിങ്ങൾക്ക് ഉത്തരം അറിയില്ല, പാനിക്കായി, പ്രോബ്ലം ആയി. സോ ഒരു 5 ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കംപ്ലീറ്റ് ആ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ആ ഒരു മൈൻഡ് സ്റ്റേറ്റ് ഒക്കെ തകർന്ന് തരിപ്പണമാകും. ഡെഫിനറ്റ്ലി നമുക്ക് ഭയങ്കര പാനിക് ആകും. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം ഈ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസിനെ ഡിപെൻഡ് ചെയ്യും. സോ മിക്കവാറും ഡെലിബറേറ്റ്ലി ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഇൻ എനി കോമ്പറ്റേറ്റീവ് എക്സാം കുറച്ച് ടഫ് അല്ലെങ്കിൽ മോഡറേറ്റ്ലി ടഫ് ആകാനുള്ള സാധ്യതയുണ്ട്. ഐ എം നോട്ട് സെയിങ് ദിസ് ഇസ് യൂണിവേഴ്സൽ, ബട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ദിസ് ഇസ് ട്രൂ. സോ ഐ വുഡ് സജസ്റ്റ് ബെറ്റർ ആ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ബിക്കോസ് ഉള്ളിൽ നമുക്കറിയാം ദീസ് ആർ ടഫ് ക്വസ്റ്റ്യൻസ്. ദെൻ വി ഗോ ഫോർ ദ 6th ക്വസ്റ്റ്യൻ. എന്നിട്ട് നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ഈ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഐ വുഡ് സേ ദാറ്റ് ഇസ് ഗുഡ്. ആൻഡ് അത് എന്റെ ഒപ്പീനിയൻ തന്നെയാണ്, പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. യു ക്യാൻ ആക്ച്വലി ട്രൈ ഇറ്റ് ഇൻ യുവർ അപ്കമിംഗ് GTs ഓർ അതർ എക്സാംസ് യു ആർ അറ്റംപ്റ്റിംഗ്. ഇനി വരുന്ന MCQs ടെസ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആൻഡ് ഇഫ് യു ആർ ഫൈൻഡിങ് ദാറ്റ് ഇസ് ട്രൂ, ദെൻ ഗോ ഫോർ ഇറ്റ്. ഇനി രണ്ടാമത്തേത്, എങ്ങനെയാണ് നമ്മളൊരു ഗെയിം പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത്? സി ഒരു എക്സാം എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല എളുപ്പമുള്ള ഒരു പരീക്ഷ ആയിരിക്കും. അതായത് നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം റിപ്പീറ്റഡ് ടോപ്പിക്സ് വരുന്ന ക്വസ്റ്റൻസ് എല്ലാം നമുക്ക് വളരെ എളുപ്പമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം, നിങ്ങളെ പോലെ തന്നെ നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കും അതിന്റെ അടുത്തിരിക്കുന്ന ആൾക്കും എല്ലാവർക്കും ഈ പരീക്ഷ എളുപ്പമായിരിക്കും. ജസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് പണി പാടും. സോ ഡെഫിനറ്റ്ലി എല്ലാവരും ഇതിലൊരു 190 കൂടുതൽ ക്വസ്റ്റൻസ് എന്തായാലും അറ്റംപ്റ്റ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ട്. ഇത്രയും നിങ്ങളുടെ മൈൻഡിൽ എക്സാം സമയത്ത് വരും. ഐ എം സെയിങ് ദ റിയാലിറ്റി ബിക്കോസ് യു ഷുഡ് നോട്ട് ബി ഫാന്റസൈസ് ആറ്റ് ആ ഒരു സമയത്ത് എല്ലാം ഓക്കെ ആവും എന്നുള്ള പ്രതീക്ഷ. ദാറ്റ് ഇസ് എക്സാക്ട്ലി സംതിങ് ദാറ്റ് വി നീഡ്. പക്ഷെ വി ഹാവ് ടു hope for the best and we definitely have to prepare for the worst. So I'm not telling you that it's a bad thing to hope. ഹോപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേസമയം നമ്മൾ കുറച്ച് ആ ഒരു വേഴ്സ്റ്റ് ഫേസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ റിയാലിറ്റി നമുക്ക് ശരിക്കും ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അഗ്രസീവ് ഗെയിം പ്ലാൻ ആണ് നമുക്ക് ആ ഒരു ഘട്ടത്തിൽ വേണ്ടത്. എല്ലാവർക്കും പരീക്ഷ എളുപ്പമാണെങ്കിൽ നമ്മുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ നമ്മൾ എല്ലാവരെക്കാളും നന്നായിട്ട് അവിടെ ശരിക്കും അറ്റംപ്റ്റ് ചെയ്യണം. ഒരു 190 മേളിലെങ്കിലും നിങ്ങൾക്ക് അത് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗെയിമിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഔട്ട് ആവും. സോ മിനിമം 190 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലാനിൽ, എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഗെയിം പ്ലാനിൽ. സോ നെഗറ്റീവ്സ് പരമാവധി ഒഴിവാക്കി അവിടെ പ്രോപ്പർ ആയിട്ട് 190 മേളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ആൻ അഗ്രസീവ് പ്ലാൻ. പക്ഷേ ചില സമയത്ത് എക്സാം നമുക്ക് മനസ്സിലാവും കുറച്ചൊരു മോഡറേറ്റ് ടഫ് ലെവലിലേക്കാണ് പോകുന്നത്. അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ആസ് സച്ച് പാടായതുകൊണ്ടായിരിക്കില്ല, അതിന്റെ ഓപ്ഷൻസ് ചിലപ്പോൾ ടഫ് ആയതുകൊണ്ടായിരിക്കും. അതായത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. സോ അങ്ങനെയുള്ള ഒരു സെഷൻ നമ്മൾ എന്ത് ചെയ്യും? സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു എക്സാമിന് നമുക്ക് കുറച്ച് ഡിഫെൻസീവ് ആയിട്ട് പ്ലാൻ ചെയ്യാം. ഡിഫെൻസീവ് എന്ന് പറഞ്ഞാൽ പോലും 180 താഴെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഗെയിമിൽ ഔട്ട് ആവും. സോ നിങ്ങളുടെ ഗ്രാൻഡ് ടെസ്റ്റുകളിൽ പോലും ഒരിക്കലും നിങ്ങൾ 180 താഴെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യരുത്. എപ്പോഴും നിങ്ങൾക്ക് എത്ര ടഫ് ആയിട്ടുള്ള എക്സാം ആണെങ്കിൽ പോലും 180 മേളിൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് ശീലമാക്കാം. ആൻഡ് ആ ഒരു ഡിഫെൻസീവ് ആൻഡ് അഗ്രസീവ് പ്ലാൻ തമ്മിൽ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അതുപോലെ GTs അറ്റംപ്റ്റ് ചെയ്യണം. അതിൽ ഈ പ്ലാൻ എന്താണെന്ന് ബുദ്ധിപൂർവ്വമായിട്ട് കണ്ടുപിടിച്ചത് മറ്റൊരാൾക്ക് ഈ പരീക്ഷ എങ്ങനെയായിരിക്കും എന്നുകൂടി നമ്മുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിത് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്. സോ നമ്മളൊരു നോർമൽ യൂണിവേഴ്സിറ്റി എക്സാം പോലെയല്ല, നമ്മൾ പഠിച്ച കാര്യം നമ്മുടെ പേപ്പറിൽ എഴുതി നമ്മൾ പാസ്സാവുന്ന ഒരു പരീക്ഷയല്ല, കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. സോ ഡെഫിനറ്റ്ലി അപ്പുറത്തിരുന്ന ആളുടെ കാര്യം നമ്മൾ നോക്കണം. സോ പിയേഴ്സിന്റെ കാര്യം നമ്മൾ ഈ ഒരു പോയിന്റിൽ ബോധേഡ് ആവണം. സോ ഡെഫിനറ്റ്ലി അവർക്ക് ഈ പരീക്ഷ എളുപ്പമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചാൻസ് കൂട്ടാനായിട്ട് നമ്മളും കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യണം. അവർക്കും ഡിഫിക്കൽട്ട് ആണ് എന്നറിയെങ്കിൽ കുറച്ച് സേഫ് ആയിട്ട് കളിക്കണം. ഒത്തിരി നെഗറ്റീവ് ഒക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് നൈസായിട്ട് ഒഴിവാക്കുക. എന്നിട്ട് 180 to 190 നിങ്ങളുടെ ആ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രണ്ടാമത്തെ കാര്യം. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, ആദ്യത്തെ ഒരു തുടക്കം നമുക്കൊരു ആൻസൈറ്റി ഫേസ് ആണ് അല്ലെ? അപ്പം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ആ ഒരു ബ്രെയിൻ്റെ ഒരു വാർമിംഗ് അപ്പ് പീരീഡ് ആണ്. സോ ആദ്യത്തെ ഒരു ഹാഫ് അവർ മോസ്റ്റ്ലി നമ്മൾ ആ വന്ന ഒരു പുതിയ സ്ഥലത്ത് നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു എക്സാം ഹാള്, നമ്മൾ അവിടെ വന്നിരിക്കുന്നു, ഒരു കമ്പ്യൂട്ടർ നമുക്ക് തരുന്നു, അതിൽ ടൈം ഇങ്ങനെ എഴുതി കാണിക്കുന്നു, താഴേക്ക് കൗണ്ടർ ആയിട്ട് ഇങ്ങനെ ടൈം എഴുതി കാണിക്കുന്നു, വി ആർ സിറ്റിംഗ് ദർ. സോ ഇതിനിടയ്ക്ക് സംഭവിക്കാവുന്ന വേറൊരു കാര്യം പറയാം. എന്റെ റിയൽ എക്സാമിന് സംഭവിച്ചതാണ്. ലൈക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും കമ്പ്യൂട്ടേഴ്സിൽ, അതായത് ഒരു 10 minutes സംതിങ് സ്റ്റാർട്ട് ചെയ്യേണ്ട എക്സാം എന്നുള്ളത് കൗണ്ട് ഡൗൺ ചെയ്ത് താഴോട്ട് കാണിച്ചത് 30 minutes എന്നാണ്. സോ കറക്റ്റ് ടൈം ക്ലോക്കിൽ അടിച്ചപ്പോഴും ഫോർ അസ് ആ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്തില്ല. ഐ മീൻ ഈ 30 minutes അപ്പോഴും കൗണ്ട് ഡൗൺ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും NEET PG എക്സാം തുടങ്ങേണ്ട ടൈമിൽ ഞങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തില്ല. സോ ഒരു 5 minutes സംതിങ് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞങ്ങളുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു 5 minutes ആ റൂമിൽ എല്ലാവരും പാനിക് ആയി അവരുടെ ഫേസ് നോക്കിയാൽ കാണാം. ബിക്കോസ് 5 minutes ആർ ദാറ്റ് മച്ച് ഇമ്പോർട്ടന്റ് അല്ലെ? നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ഗ്രാൻഡ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന, നിങ്ങൾ ഇത്ര എക്സാം എഴുതുന്ന, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാകും 5 minute NEET PG എത്ര ഇമ്പോർട്ടന്റ് ആണെന്നത്. സോ ആ ഒരു ഫേസിൽ നമ്മൾ പാനിക് ആവാതെ കീപ്പ് ചെയ്ത്
ആ ബാക്കിയുള്ള സമയത്തിനും കൂടെ അനുസരിച്ച് ബാക്കി ക്വസ്റ്റ്യൻസിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. ആ ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് പോസിബിൾ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് ടെസ്റ്റുകൾ നിങ്ങൾ കുറച്ചുകൂടെ ഒരു പൊടിക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് ദാൻ ദ പ്രഡിക്റ്റഡ് ടൈം തീർക്കാൻ പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശീലിക്കേണ്ടതുണ്ട്. സോ നമുക്ക് വേണ്ടത് ആ ഒരു സ്പീഡാണ്, ആ ഒരു ടൈം മാനേജ്മെന്റ് ആണ്. അത്രയും ടൈമിനുള്ളിൽ നമുക്ക് അത് കവർ ചെയ്ത് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഒരു ഹാഫ് അവർ ഡെഫിനറ്റ്ലി നമ്മുടെ ബ്രെയിൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. എസ്പെഷ്യലി ഇതുപോലെ എന്തെങ്കിലും ഒരു പാനിക് സിറ്റുവേഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ അരമണിക്കൂർ നമ്മൾ ഭയങ്കര ലോസ്റ്റ് ആകും. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ബ്രെയിൻ തിരിച്ചൊന്ന് ക്യാച്ചപ്പ് ചെയ്യണം. സോ ഫസ്റ്റ് ഷോർട്ടിൽ കാണുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ആദ്യം നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുന്നു, ഇഫ് യു നോ ദ ആൻസർ ദാറ്റ് ആൻഡ് ഗോ ദെയർ സെൽഫ്. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുക. പിന്നെയുള്ള ക്വസ്റ്റ്യനിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് കടന്നു പോകുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ലീവ് ഇറ്റ് ദെയർ ആൻഡ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് എനിക്കൊരു റൗണ്ട് ഓഫ് ആൻസറിങ് എന്നൊരു കോൺസെപ്റ്റിനെ പറ്റി പറയാനുള്ളത്. അതായത് 3 റൗണ്ട് ഓഫ് ആൻസറിങ് ആണ് നിങ്ങൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് മാത്രമാണ്, അതായത് വളരെ ലെസ് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ഈ റിവ്യൂവിന് കീപ്പ് ചെയ്യുക. അത് പ്രൂഫ് റീഡ് ചെയ്യാനായിട്ട് ഏറ്റവും ലാസ്റ്റ് പോകുക. ഓക്കെ, സോ എങ്ങനെയാണ് ഈ 3 റൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് റൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസിൽ മാക്സിമം സ്പീഡിൽ ഈ പറയുന്ന നിങ്ങൾക്ക് അറിയാവുന്ന പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഉത്തരം എഴുതാവുന്ന ക്വസ്റ്റ്യൻസ്. നേരത്തെ ഞാൻ പറഞ്ഞു കാസൽസ് നെക്ലേസ് ആരും ഉണ്ടാക്കുന്നത്, വൈറ്റമിൻ B3 ഓപ്ഷൻ ഉണ്ട്, B3 ടിക്ക് ചെയ്യുക, ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 30-45 സെക്കൻഡ്സ് പോലും എടുക്കില്ല ആ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാൻ, അല്ലെ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനത്തെ ഡയറക്റ്റ് വരാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒറ്റയടിക്ക് നമുക്ക് എഴുതി പോകാനായിട്ട് സാധിക്കും. ചില നമുക്ക് കുറച്ചൊന്ന് ഇരുന്ന് ചിന്തിക്കണം, പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് അത്ര ഇരുന്ന് ചിന്തിക്കാൻ തോന്നില്ല, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും സ്പീഡിൽ ഈ 200 ക്വസ്റ്റ്യൻസും ഒരു റൗണ്ട് കവർ ചെയ്യുക. ആൻഡ് ആ 200 ക്വസ്റ്റ്യൻസും 1 റൗണ്ട് കവർ ചെയ്യുമ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവിടെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ആ ഒരു രീതിയിലേക്ക് നമ്മൾ ബ്രെയിനെ ട്രിഗർ ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. സെക്കൻഡ് റൗണ്ടിൽ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് റൗണ്ടിൽ വീണ്ടും 1 to 200 നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. 1 to 200 നിങ്ങൾ കവർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അത് പ്രൂഫ് റീഡ് ചെയ്ത് പോയാൽ മതി. നിങ്ങളത് വീണ്ടും ഈ പറയുന്ന ലൈക്ക് ഓരോ ക്വസ്റ്റ്യനിലും ഇരുന്ന് വീണ്ടും ആലോചിക്കാനായിട്ട് നിൽക്കരുത്. കാരണം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ രണ്ടാമത് അവിടെ ചെന്ന് ആ ക്വസ്റ്റ്യൻ റീവിസിറ്റ് ചെയ്ത് അതിന് ഇത് ശരിയാണോ എന്നിങ്ങനെ ആലോചിച്ച് കുറെ നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉത്തരം തെറ്റാണെന്ന് തോന്നും. നിങ്ങൾ ഡെഫിനറ്റ്ലി അതിന്റെ ഓപ്ഷൻ മാറ്റും. സോ ആ കാര്യങ്ങളിലേക്കൊന്നും പോകരുത്. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് നിങ്ങളുടെ മൈൻഡ്, കാരണം നിങ്ങളുടെ മൈൻഡ് അത്ര ആക്റ്റീവ് ആണ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാണ്, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. സോ എക്സാം പോലെ ഒരു സ്ട്രെസ്ഡ് അപ്പ് ടൈമിൽ നമ്മുടെ ബ്രെയിൻ ഏറ്റവും ആക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. സോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പടപട കൊടുത്ത് നമ്മുടെ ബ്രെയിനെ പെട്ടെന്ന് ആക്റ്റീവ് ആക്കി എടുക്കുകയാണ്. സോ ആ ആക്റ്റീവ് ആയ ബ്രെയിൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തരുന്ന ഉത്തരം റൈറ്റ് ആയിരിക്കും. അതിനെ ട്രസ്റ്റ് ചെയ്യുക. ഇത് ഞാൻ ഏറ്റവും ലാസ്റ്റ് നിങ്ങളോട് പറയാനിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഇൻറ്റ്യൂഷൻ ഇസ് ആക്ച്വലി ഗോയിങ് ടു ഹെൽപ്പ് യു. ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് കൊളവാക്കണ്ട. ഒരു തവണ നിങ്ങൾ ഉത്തരം മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ശരിയാണെന്നൊന്നും ഓടിച്ചു നോക്കുക. വീണ്ടും അതിൽ പോയിരുന്ന് ഇത് ശരിയാണോ, ഇത് ഇങ്ങനെയാണോ, ഇത് ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തിങ്ക് ചെയ്ത് നിങ്ങൾ മാർക്ക് ചെയ്യുന്ന ഉത്തരം ഡെഫിനറ്റ്ലി തെറ്റിപ്പോകും. This is all from my experience and this may seem ridiculous to many people, but I should say this worked for me. So അതുകൊണ്ട് ഞാൻ വളരെയധികം ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഓപ്പൺ ആയിട്ട് തന്നെ പറയുകയാണ്. സോ സെക്കൻഡ് റൗണ്ട് ഓഫ് ആൻസറിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ആൻഡ് ദെൻ കംസ് തേർഡ് റൗണ്ട് ഓഫ് ആൻസറിങ്. ഈ തേർഡ് റൗണ്ട് ഓഫ് ആൻസറിങ്ങിലാണ് നിങ്ങളുടെ കെപ്റ്റ് ഫോർ റിവ്യൂ. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ചേ കീപ്പിംഗ് ഫോർ റിവ്യൂ ആകാൻ പാടുള്ളൂ. റിവ്യൂവിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 3 റൗണ്ട് ഓഫ് ആൻസറിങ് ഒക്കെ വേസ്റ്റ് ആണ്. സോ ഫസ്റ്റിൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ വെക്കുന്ന ക്വസ്റ്റ്യൻസ് കെപ്റ്റ് ഫോർ റിവ്യൂ കുറയും. സോ അത്രയും കെപ്റ്റ് ഫോർ റിവ്യൂ ആണ് നിങ്ങളുടെ സെക്കൻഡ് റൗണ്ടിലേക്ക് വരുന്നത്. അതിൽ നിന്നും കുറച്ച് മാത്രമേ നിങ്ങളുടെ തേർഡ് റൗണ്ടിലേക്ക് വരാൻ പാടുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ പരമാവധി ഒരു 190 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ 3 റൗണ്ട്, അതിന്റെ കൂടെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രൂഫ് റീഡ് ചെയ്യാനായിട്ടും സാധിക്കും. സോ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇത്രയും സമയം, ആ സമയത്ത് നിങ്ങൾ ഇതിനു വേണ്ടി ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ മോർ ടൈം ഫോർ ദ ഫസ്റ്റ് റൗണ്ട്, കുറച്ച് ലെസർ ടൈം ഫോർ ദ സെക്കൻഡ് റൗണ്ട്, അതിന് ലെസർ ടൈം ഫോർ ദ തേർഡ് റൗണ്ട് എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യുക. ആൻഡ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടെയുണ്ട്. അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു 200 ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉത്തരം നോക്കി എഴുതി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഡൗട്ടാണ്, നിങ്ങൾ കുറച്ച് നേരം തിങ്ക് ചെയ്ത് ഉത്തരം കിട്ടി നിങ്ങൾ എഴുതി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ല, കുറെ നേരം നിങ്ങൾ ആലോചിച്ച് കിട്ടിയില്ല, നാലാമത്തെ ക്വസ്റ്റ്യൻ പോയി കുഴപ്പമില്ല, ഈസിയാണ്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ 3 മണിക്കൂറും ഡിവൈഡ് ചെയ്ത് പോകുന്നതെങ്കിൽ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ, അതായത് ലാസ്റ്റത്തെ ഹാഫ് അവർ വരുമ്പോൾ എഗെയിൻ നിങ്ങൾക്ക് ഒരു റഷ് ഫേസിലേക്കാണ് നിങ്ങളുടെ ബ്രെയിൻ പോകുന്നത്. കാരണം കുറെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ലാസ്റ്റത്തേക്ക് അറ്റംപ്റ്റ് ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ എക്സാം തീരാറാകുമ്പോൾ നമുക്ക് മുന്നേ അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റൻസ് ഒക്കെ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ അവിടെ ലീവ് ചെയ്ത ക്വസ്റ്റിലേക്ക് എനിക്ക് തിരിച്ചു പോയി നോക്കണമല്ലോ, ഇങ്ങനത്തെ പല തോട്ട്സ് നിങ്ങൾക്ക് ലാസ്റ്റ് ആവുമ്പോഴേക്കും വന്നു തുടങ്ങും. സോ ലാസ്റ്റത്തെ ഹാഫ് അവറും നിങ്ങൾക്ക് അത്ര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം അല്ല. സോ ആ സമയത്തേക്ക് കുറെ ക്വസ്റ്റൻസ്, കാണാത്ത പോലെ കുറെ ക്വസ്റ്റൻസ് ഇങ്ങനെ കിടക്കുന്നത് നിങ്ങൾക്ക് ആക്ച്വലി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇത് മേ ബി എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിരിക്കണം എന്നില്ല, ഈ ലാസ്റ്റ് വരെ ക്വസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ചിലർക്ക് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ബുദ്ധിമുട്ട് ഈ പറയുന്ന ടൈം മാനേജ്മെന്റ് തന്നെയായിരിക്കും. ലാസ്റ്റ് ആകുമ്പോഴേക്കും ഒരുപാട് കാണാത്ത ക്വസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റൻസ് ലാസ്റ്റ് വരുമ്പോൾ അരമണിക്കൂർ നമ്മൾ ഓടിച്ച് റഷ് ചെയ്ത് ഈ ക്വസ്റ്റൻസ് എല്ലാം അറ്റൻഡ് ചെയ്യും. അങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 10 എണ്ണം അറ്റൻഡ് ചെയ്താൽ 8 എണ്ണമെങ്കിലും തെറ്റും. സോ അവിടെ എനിക്ക് പറയാനുള്ളത്, ഈ 3 റൗണ്ട്സ് ഓഫ് പ്രൂഫ് റീഡിംഗ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഗ്രാൻഡ് ടെസ്റ്റുകളിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാൽ യു വിൽ റിയലി താങ്ക് മീ ഫോർ ദ NEET PG എക്സാം. ആ ഒരു ടൈമിൽ ദിസ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു അലോട്ട്. ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് ഇറ്റ് 1 by 1 ആൻഡ് എല്ലാ മാർക്കോ റിവ്യൂ ഞാൻ ലാസ്റ്റ് നോക്കിക്കോളാം എന്ന് പറഞ്ഞു വെക്കുന്നതിനേക്കാളും ഈ ഒരു 3 റൗണ്ടിൽ പ്രൂഫ് റീഡിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 3 റൗണ്ട് പോകുന്നത് നിങ്ങളെ ആക്ച്വലി ഒരുപാട് നിങ്ങളുടെ ആ ഒരു ടൈം മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദ സെയിം തിങ്, ടൈം മാനേജ്മെന്റ് അഗൈൻ കംസ് ആസ് എ നെക്സ്റ്റ് പോയിന്റ്. സോ ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ടൈം മാനേജ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നിങ്ങളുടെ രീതിയിൽ GTS പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ദെൻ
ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾക്ക് മിസ്റീഡ് ചെയ്ത് പോകാൻ പാടില്ല. അതുപോലെ ഓപ്ഷൻസ് നിങ്ങൾക്ക് മിസ്റീഡ് ചെയ്ത് പോകാനായിട്ട് പാടില്ല. 2 തവണയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കണം. ആദ്യത്തെ തവണ വായിക്കുമ്പോൾ അത്ര നന്നായിട്ട് വായിക്കണം എന്നില്ല. പെട്ടെന്ന് ഒരു ഗ്ലാൻസിൽ നിങ്ങൾക്ക് ഒരു 3-4 സെന്റൻസ് നിങ്ങളുടെ ഒറ്റ ഗ്ലാൻസിൽ വരും. രണ്ടാമത് ഒന്നുകൂടെ വായിക്കുക, ഓപ്ഷൻസ് റീഡ് ചെയ്യുക, ഓപ്ഷൻസ് നന്നായിട്ട് പെട്ടെന്ന് വായിക്കുക, അറ്റംപ്റ്റ് ചെയ്യുക. ഈ ഒരു സ്പീഡ്, ഈ ഒരു എബിലിറ്റി ഉണ്ടല്ലോ, അത് ആർക്കും പറഞ്ഞ് നിങ്ങൾ കൽപ്പിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ലെങ്തി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് മൊത്തം വായിച്ചിട്ട് ആ ഒരു എന്താണ് അവർ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ കാലാകാലങ്ങളായിട്ട് റൂൾ തന്നെയാണ്, ലെങ്തി ക്വസ്റ്റ്യൻസിന്റെ ലാസ്റ്റ് ലൈനാണ് വായിക്കേണ്ടത്. അതിൽ നിന്നും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് മിക്കവാറും എത്താൻ പറ്റും. ചിലപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻ വായിക്കേണ്ടി പോലും വരില്ല. സോ ലെങ്തി ക്വസ്റ്റ്യൻസിന്റെ ലാസ്റ്റ് ലൈൻ ആദ്യം വായിക്കുക, എന്നിട്ട് മേൽഭാഗം വായിക്കുക, എന്നിട്ട് ഓപ്ഷൻസിലേക്ക് വരിക. പിന്നെന്താ, ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ട് സട്ടിലായിട്ട് അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഫോൾസ് അല്ലെങ്കിൽ ട്രൂ അബൌട്ട് എന്ന് വെക്കും. സോ ഫോൾസ് അബൌട്ട്, വിച്ച് ഓഫ് ദീസ് ആർ ഫോൾസ് അബൌട്ട്, നമ്മൾ ഓപ്ഷൻസ് ആയിരിക്കും ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് കാണാം. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ ട്രൂ ആയിട്ടുള്ള ഒരു കാര്യം കാണാൻ നമ്മൾ തിരിക്കുകയും പോകും. ബട്ട് ചോദിച്ചത് എന്താ, ഫോൾസ് അബൌട്ട് ആണ്. ഇത് പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. എനിക്ക് ഒരുപാട് തവണ ഗ്രാൻഡ് ടെസ്റ്റുകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഈസ് ഓർ ഈസ് നോട്ട് കറക്റ്റ്, അശ്രദ്ധ കാരണം തെറ്റുന്ന ഒരു കാര്യമാണ്. ഈസ് കറക്റ്റ് ആണോ ഈസ് നോട്ട് കറക്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നതെന്ന് ശരിക്കും വായിക്കില്ല. നമ്മൾ ഓപ്ഷൻ കാണുന്നു, മാർക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുന്നു. ഒരിക്കലും ക്വസ്റ്റ്യൻസോ ഓപ്ഷൻസോ മിസ്റീഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരം തെറ്റരുത്. അത് വാല്യൂബിൾ ആണ്, വളരെയധികം വാല്യൂബിൾ ആണ്. ബിക്കോസ് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളുടേതല്ലായ കാരണം കൊണ്ട് ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റാം, ചിലത് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് തെറ്റാം. അത് രണ്ടും മാത്രമേ ആക്ച്വലി നമുക്ക് എക്സ്ക്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരിക്കലും, നമ്മുടെ അശ്രദ്ധ കാരണം തെറ്റുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഒരിക്കലും എക്സ്ക്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആൻഡ് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം വരും, നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ, അശ്രദ്ധ കൊണ്ടാണല്ലോ തെറ്റിയത് എന്നുള്ള ഒരു റിഗ്രറ്റ് നിങ്ങൾക്ക് വരാൻ പാടില്ല. സോ മാക്സിമം ഷാർപ്പ് ആയിട്ടുള്ള ബ്രെയിനിൽ നിങ്ങൾ ഇത് അറ്റംപ്റ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ പറയുന്നത്, ഗ്രാൻഡ് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ടൈം യൂഷ്വലി നമ്മുടെ നീറ്റ് PG എക്സാം നടക്കുന്ന ഇപ്പോൾ ഒരു 9 to 12 ആണെങ്കിൽ, ആ ഒരു ടൈം ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ടൈമിൽ തന്നെ നിങ്ങളുടെ ഗ്രാൻഡ് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ ബ്രെയിനെ ആ ടൈമിൽ മാക്സിമം ഷാർപ്പ് ആയിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നല്ല ഫുഡ് കഴിക്കുക, ആൻഡ് മേക്ക് ഷുവർ യു ആർ വർക്കിംഗ് യുവർ ബ്രെയിൻ അഗെയിൻ ആൻഡ് അഗെയിൻ. റിവിഷൻ കൂടാതെ ഈ പറഞ്ഞ ഗ്രാൻഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആവും. ഇടയ്ക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചലഞ്ച് ചെയ്ത് എപ്പോഴും ആ ബ്രെയിൻ ആ ഒരു ആക്റ്റീവ് മോഡിലേക്ക് കീപ്പ് ചെയ്യുക. സോ ആക്റ്റീവ് ആൻഡ് അലേർട്ട് ആയിട്ടുള്ള ബ്രെയിൻ ആണെങ്കിൽ, നമ്മൾ ടെൻഷൻ അടിച്ച് ഇരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അശ്രദ്ധ വരും. നമ്മൾ കുറച്ചുകൂടെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു 2 months നമ്മളെ കുറച്ച് ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ നല്ല രീതിയിൽ അലേർട്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോയിന്റ്സ് ഒന്നും മിസ് ആവുകയില്ല. സോ ഫോൾസ് ഓർ ട്രൂ അബൌട്ട്, ഈസ് ഓർ നോട്ട് കറക്റ്റ്, ഇതൊക്കെ കറക്റ്റ് നോക്കി വായിച്ച് വേണം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്. സോ ആ ഒരു സ്കില്ലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ഫേസിൽ, ഈ ഒരു 2 മാസം സമയം നിങ്ങൾക്കുണ്ട്, ഇതിനുള്ളിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ദാറ്റ് വാസ് അബൌട്ട് ഇറ്റ്. നൗ ഇനി ഞാൻ ഈ ഒരു സെഷനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ പാർട്ട്, നമുക്കൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ അത് അറ്റംപ്റ്റ് ചെയ്യാം. 2, ക്വസ്റ്റ്യൻ ഒക്കെ ഡയറക്റ്റ് ആണ്, എനിക്ക് പരിചയമുള്ള ടോപ്പിക് ആണ്, പക്ഷെ അതിന്റെ ഓപ്ഷൻസ് എനിക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നുന്നില്ല, കുറച്ച് കൺഫ്യൂസിംഗ് ഓപ്ഷൻസ് ആണ്. നീറ്റ് PG നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 4 ഓപ്ഷൻ തന്നാൽ 2 എണ്ണം ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി, ഇറ്റ്സ് വെരി ഈസി ടു റൂൾ ഇറ്റ് ഔട്ട്. കാരണം 2 ഓപ്ഷൻസ് മിക്കവാറും നല്ല തെറ്റ് ഉത്തരവായിരിക്കും. പിന്നെ വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്, അതിൽ ഇതാണോ എന്നായിരിക്കും മിക്കവാറും നമുക്ക് ഡൗട്ട് വരിക. സോ കൺഫ്യൂസിംഗ് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം. 3, നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരു ക്വസ്റ്റിനെ എങ്ങനെ നിങ്ങൾക്ക് ഒരു കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇതിൽ 1ഉം 2ഉം മിക്കവാറും ആളുകൾ ആ ഒരു ഇതിലെന്താ പറയാ, ആ ഒരു പ്രോസസ് ഓഫ് ഗ്രാൻഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഗെയിൻ ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലാണ് ഈ ഡയറക്റ്റ് ക്വസ്റ്റൻസും കൺഫ്യൂസിംഗ് ഓപ്ഷൻസ് ഒക്കെ. പക്ഷേ ആർക്കും അറിയാത്ത ക്വസ്റ്റൻസ്, അതായത് നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ക്വസ്റ്റൻ നിങ്ങൾ എങ്ങനെ ഉത്തരം എഴുതും? ഓക്കെ, സോ ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. സോ ഫസ്റ്റ് തിങ് ഇസ് അബൌട്ട് അറ്റംപ്റ്റിംഗ് ദ ഡയറക്റ്റ് ക്വസ്റ്റൻസ്. സോ ഡയറക്റ്റ് ക്വസ്റ്റൻസിന്റെ അറ്റംപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് ദിസ് അഗെയിൻ, കാസൽസ് നെക്ലേസ്. കാസൽസ് നെക്ലേസ് ഏത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയിലാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉത്തരം അറിയാം, ഇറ്റ്സ് B3. ഓക്കെ, അപ്പോൾ അത് ഉത്തരം എഴുതാനായിട്ട് നിങ്ങൾക്ക് 30 seconds ടൈം മതി. സോ ഇഫ് യു നോ ദ ആൻസർ യു നോ. അല്ലാതെ ഇപ്പൊ കാസൽസ് നെക്ലേസ് ഇതിലാണ് കാണുന്നതെന്ന് പറഞ്ഞ് B3, B2, B12, C അങ്ങനെ 4 ഓപ്ഷൻസ് തന്നിരിക്കട്ടെ. ഈ 4 ഓപ്ഷനെ നമുക്ക് ഒരു രീതിയിൽ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ റൂൾ ഔട്ട് ചെയ്യാനാണ് കാസൽസ് നെക്ലേസ് B3? അതൊരു ക്വസ്റ്റിന് ആ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അത് ആലോചിച്ച് കാസൽസ് ഇത് ഇങ്ങനെ വരുമോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. റൂളിംഗ് ഔട്ട് പോസിബിളേ അല്ലാത്ത ഒരു ഏരിയ ആണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഏരിയ എന്ന് പറയുന്നത്. സോ ഇഫ് യു നോ യു നോ, ഇഫ് യു ഡോണ്ട് നോ യു ഡോണ്ട് നോ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റൻസ് നമ്മൾ എങ്ങനെ പഠിക്കും? ഡെഫിനറ്റ്ലി മെമ്മറി ബൂസ്റ്റിംഗ് ചെയ്യണം. മെമ്മറി ബൂസ്റ്റിംഗ് ഓൾറെഡി നമ്മളൊരു സെഷൻ കവർ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഹാവ് നോട്ട് വാച്ച് ദാറ്റ്, ഗോ ബാക്ക് ആൻഡ് ലിസൺ ടു ഇറ്റ്. സോ മെമ്മറി ബൂസ്റ്റിംഗ് ചെയ്ത് റിവിഷൻ പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അത്തരം ക്വസ്റ്റൻസ് നമുക്ക് ഉത്തരം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അവിടെയൊക്കെ നമുക്ക് ക്വിക്ക് തിങ്കിങ് ആൻഡ് ക്വിക്ക് ആൻസറിംഗ് ആണ്. ഒരു 30 സെക്കൻഡ് പോലും വേണ്ട അതിന് ഉത്തരം എഴുതാൻ. സോ ആ ഒരു ഏരിയ ഒക്കെ കുറച്ച് ഷാർപ്പ് ആക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വോളറ്റിൽ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ ആ ഒരു ക്വിക്ക് തിങ്കിങ് ക്വിക്ക് ആൻസറിംഗ് പാർട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ്, അതായത് ഫോർമുല. ഓക്കെ, ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നിങ്ങൾക്ക് ഇലക്ട്രോലൈറ്റ്സിനകത്തുണ്ട് ഫോർമുലാസ്, അല്ലെങ്കിൽ ബയോകെമിസ്ട്രിക്കകത്തുണ്ട്, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫോർമുലാസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. ഫോർമുല വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്.
അത് ഫോർമുല കാണാപ്പാഠം പഠിച്ചത്. അതായത് മഗ്ഗപ്പ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ മഗ്ഗപ്പിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് റൂൾ ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. സോ അത്തരം ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇപ്പം SPM ആണെങ്കിൽ നിങ്ങൾ അതിൽ മെന്റൽ കാൽക്കുലേഷനും കുറച്ച് ഗുഡ് ആയിരിക്കണം. കാരണം അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഇപ്പോൾ P is equal to ഇത്, Q is equal to ഇത്, അപ്പോൾ P/Q എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമ്മുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മെന്റൽ കാൽക്കുലേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അതുപോലെ ഫോർമുലാസ് ഇട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രാഫ് ഇട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഇതെല്ലാം മിക്കവാറും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബയോകെമിസ്ട്രി സൈക്കിൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ സൈക്കിളിൽ നിന്ന് ഒരു സ്റ്റെപ്പ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദർ ഇസ് നത്തിങ് ടു റൂൾ ഔട്ട് ദർ. അപ്പൊ അത്തരം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആകെയുള്ള മെത്തേഡ് നമ്മൾ പഠിക്കാൻ പോയി എഴുതുക. മെമ്മറി ബൂസ്റ്റിംഗ് ആണ്, റിവിഷൻ ആണ് അവിടുത്തെ കീ എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ABG ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഐ തിങ്ക് 2-3 ക്വസ്റ്റ്യൻസ് വേർ ഓഫ് ABG ഉള്ളി. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരുപാട് നമ്മുടെ സാറുമാരാണെങ്കിലും നമുക്ക് ഒരുപാട് കോൺസെപ്റ്റ് ഒക്കെ വെച്ച് ഒത്തിരി പറഞ്ഞ് പഠിപ്പിച്ച് തന്ന ഒരു കാര്യമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരു എക്സാമിന് നമുക്കൊരു 30 സെക്കൻഡ് താഴെ എങ്ങനെ ഇതിലൊരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളത് ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച് വെച്ചൊരു ഫോർമുലയാണ്. ഐ ഹാവ് നോട്ട് സീൻ എനിബഡി എൻഡോസിംഗ് ദിസ്. ഇഫ് എനിബഡി ഈസ് എൻഡോസിംഗ് ഇറ്റ് ഇറ്റ്സ് ഫൈൻ. സോ ദ തിങ് ഇസ് കോമ്പൻസേഷന്റെ കാര്യം. ഓക്കെ, ABGയിൽ. സോ ഞാനിപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണ്. എനിക്ക് ABG ആയിട്ട് അധികം വലിയ ബന്ധത്തിന്റെ ആവശ്യമില്ല. എങ്കിലും ഈ ഒരു ഫാക്ടർ ഞാൻ ഇന്നും ഓർത്തിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കി അന്ന് പഠിച്ചത് കൊണ്ടാണ്. അതായത് നമുക്ക് ഇപ്പം PH ഉണ്ട്, ബൈകാർബണേറ്റ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് അയൺ ഉണ്ട് അല്ലെ. സോ ഇതിൽ PH-ഉം ബൈകാർബും CO2 ഈ മൂന്നിന്റെ നോർമൽ വാല്യൂസ്. ഡോണ്ട് ആസ്ക് മീ ദ നോർമൽ വാല്യൂസ് നോ. ഐ ഡെഫിനറ്റ്ലി ഡോണ്ട് നോ റൈറ്റ് നൗ. സോ എനിവേ യു നോ ദ നോർമൽ വാല്യൂസ് റൈറ്റ്. ആ നോർമൽ വാല്യൂസിൽ നിന്ന് എല്ലാവർക്കും ഓരോ നോർമൽ വാല്യൂ ഉണ്ട്. സോ ഇവരുടെ ആ ഒരു നോർമൽ വാല്യൂവിൽ നിന്ന് താഴേക്കാണ് പോകുന്നതെങ്കിൽ, അതായത് PH-ഉം കുറഞ്ഞു, ബൈകാർബും കുറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആനോൺ വാല്യൂ കുറഞ്ഞു, ഈ മൂന്നെണ്ണവും കുറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് മെറ്റബോളിക്. ഓക്കെ, എല്ലാം ഒരേ ഡയറക്ഷനിൽ കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ PH കൂടി, ബൈകാർബ് കൂടി, CO2 കൂടി, ഓക്കെ, മൂന്നും ഒരേ ഡയറക്ഷനിൽ കൂടുകയാണെങ്കിൽ ഇറ്റ് ഇസ് മെറ്റബോളിക് എന്ന് വിചാരിക്കാം. ഇനി മെറ്റബോളിക് ആണ്, ഇനി അസിഡോസ് ആണ് ആൽക്കലോസ് ആണെന്ന് അറിയാം PH നോക്കിയാൽ മതിയല്ലോ. PH കുറവാണെങ്കിൽ അസിഡോസിസ്, PH കൂടുതലാണെങ്കിൽ ആൽക്കലോസിസ്. അതിന് വരുന്ന കോമ്പൻസേഷൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. മെറ്റബോളിക് അസിഡോസിസ് ആണെങ്കിൽ അതിന്റെ കോമ്പൻസേഷൻ റെസ്പിറേറ്ററി ആൽക്കലോസിസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റെസ്പിറേറ്ററി അസിഡോസും ആൽക്കലോസും. റെസ്പിറേറ്ററി ആണെങ്കിൽ PH-ന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ബൈകാർബിന്റെയും CO2-ന്റെയും വാല്യൂസ് പോകുക. അതായത് PH കുറയുവാണെങ്കിൽ ബൈകാർബിന്റെയും CO2-ന്റെയും വാല്യൂ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് റെസ്പിറേറ്ററി ആണ്. എഗെയിൻ അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് അറിയാനായിട്ട് PH നോക്കിയാൽ മതി. അതിന്റെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസും മെറ്റബോളിക് അസിഡോസും. സോ ഈ മൂന്ന് വാല്യൂസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ PH-ന്റെ വാല്യൂ നോക്കുക, ബൈകാർബിന്റെ വാല്യൂ നോക്കുക, കാർബൺ ഡൈ ഓക്സൈഡിന്റെ വാല്യൂ നോക്കുക. PH-ഉം കുറഞ്ഞു, ബൈകാർബണേറ്റിന്റെ വാല്യൂ കുറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇത് മെറ്റബോളിക് അസിഡോസിസ് ആണ്, കോമ്പൻസേറ്റഡ് വിത്ത് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. ദിസ് മേ സീം റിഡിക്കുലസ് ടു മെനി, ബട്ട് ദിസ് ഹാസ് ആക്ച്വലി ഹെൽപ് മീ ടു സോൾവ് മെനി ABG പ്രോബ്ലംസ് ഇൻ അണ്ടർ 30 സെക്കൻഡ്സ്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ തന്നു. ഡോക്ടറെ മ്യൂട്ട് ആയിട്ടുണ്ട്. പിന്നീട് ഈ ഒരു സോറി ഓക്കെ. സോ ഈ ഒരു ടൈം പീരീഡിൽ, അതായത് ഈ എക്സാമിന്റെ ആ ഒരു പ്രിപ്പറേഷന്റെ ഫേസിൽ ഇതുപോലത്തെ കുറെ ടിപ്സും ട്രിക്സും നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഡിവൈസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിവൈസ് ചെയ്തിട്ടുണ്ടാവും. അതിലൊരു കാര്യമാണ് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചിലപ്പോൾ ഡിവൈസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓർത്ത് വെക്കാനുള്ള ചില ടിപ്സും ട്രിക്സും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം പറയുകയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന്റെ അറ്റംപ്റ്റിങ്ങിന് ഇതാണ്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് നിങ്ങളുടെ മെമ്മറി ബൂസ്റ്റിംഗ് ആണ്. അത് ഓൾറെഡി നമ്മളൊരു സെഷൻ കവർ ചെയ്തു. നിമോണിക്സ് വഴി ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ, കമ്പാരിറ്റീവ് ലേണിംഗ്, ഇന്റഗ്രേഷന്റെ മെത്തേഡ്, സ്റ്റിക്കി നോട്ട്സ്, ഇമേജസ് ലിങ്ക് ചെയ്യുന്നത്, കമ്പൈൻഡ് ലേണിംഗും ഫ്രണ്ട്സുമായിട്ട് നമ്മൾ പരസ്പരം പറഞ്ഞു പഠിക്കുന്ന കാര്യങ്ങളും എല്ലാം നമ്മളൊരു സെഷൻ ഓൾറെഡി കവേർഡ് ആണ്. ദോസ് ആർ നോട്ട് വാച്ച്ഡ്, പ്ലീസ് ഗോ ആൻഡ് ലിസൺ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് അറ്റംപ്റ്റിംഗ് ദ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഇനി കൺഫ്യൂസിംഗ് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം? ഓക്കെ, അവിടെയാണ് നമുക്ക് റൂളിംഗ് ഔട്ട് വരുന്നത്. അപ്പൊ റൂളിംഗ് ഔട്ട് കീ ആണ്. പക്ഷെ റൂളിംഗ് ഔട്ട് മാത്രം മതിയോ? വെറുതെ എങ്ങനെ റൂൾ ഔട്ട് ചെയ്യുന്ന കോൺസെപ്റ്റ് അറിയാതെ ഡെഫിനറ്റ്ലി നമുക്ക് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതും ഞാൻ ഓൾറെഡി ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് വളരെയധികം കൺജസ്റ്റഡ് ആണ്, പെയിൻ ഉണ്ട്, ടെൻഡർനെസ് ഉണ്ട്, അങ്ങനെ എന്താ നല്ല വാട്ടറി ആയിട്ട് വരുന്നുണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ വന്നു. അങ്ങനെ വന്നിട്ട് നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കാറ്ററാക്ട്, പിന്നെ ഒരെണ്ണം ഉള്ളത് ഗ്ലോക്കോമ. അതിൽ ഒന്ന് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ, പിന്നെ ഒരു ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ തന്നിട്ടുണ്ട്, പിന്നെ ഒരു കോണിൽ അൾസർ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ റൂൾ ഔട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊന്ന് ആലോചിക്കാം. ഇതിൽ പെയിൻ ഉണ്ട്, ടെൻഡർനെസ് ഉണ്ട്, കൺജഷൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി കാറ്ററാക്ട് എല്ലാം നമുക്ക് അത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കാറ്ററാക്ടിൽ ക്യാൻ കം ഇൻ ഡിഫറെന്റ് ടൈപ്സ് കാറ്ററാക്ട്. പക്ഷെ നമുക്ക് നോർമലി നമുക്ക് ചിന്തിക്കുമ്പോഴായിരിക്കും കാറ്ററാക്ട് ആവാൻ സാധ്യതയില്ല. വി വിൽ കട്ട് ഇറ്റ് ഓഫ്. ഓക്കെ, ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന് 2 ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിൽ IOP-യുടെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട് എന്നിരിക്കട്ടെ. അപ്പം കോണിൽ അൾസറിൽ ഡെഫിനറ്റ്ലി ഇപ്പൊ കോണിൽ അൾസർ കാണുമ്പോൾ IOP-യുടെ വാല്യൂ കാണുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അറിയാം കോണിൽ അൾസർ ആവാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോണിൽ അൾസറും ഈ പറഞ്ഞ നമ്മുടെ കാറ്ററാക്റ്റും നമ്മൾ അങ്ങ് റൂൾ ഔട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ നമ്മുടെ കയ്യിൽ മിച്ചമുള്ളത് 2 ഗ്ലോക്കോമയാണ്. ഈ ഒരു പോയിന്റ് ആണ് എനിക്ക്
എന്താ ലൈക്ക് ഇഫ് നമുക്ക് ഒരു ഉത്തരം അറിയില്ലെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് മിക്കവാറും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിനെ നമുക്ക് അറിയില്ലെങ്കിൽ പോലും 2 സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസോ 2 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസോ വരുവാണെങ്കിൽ അതിനുള്ളിൽ ഉത്തരം വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത സെഷനിൽ ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എനിവേ നമ്മൾ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ, ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിലേക്ക് എത്തി. പയ്യൊപ്പി കുറച്ച് കൂടുതലാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പക്ഷേ ടെൻഡർനെസ് ഉണ്ട്, കണ്ടീഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ ഇല്ലാന്നറിയാം. അപ്പൊ അത് നമ്മൾ വെട്ടിക്കളഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിലേക്ക് എത്തുന്നത്. സിമ്പിൾ റൂളിംഗ് ഔട്ട് ആണ് ഇത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സ്കില്ലിന്റെ ആവശ്യമില്ല. നിങ്ങൾ കുറെ പഠിക്കുമ്പോൾ നിങ്ങളുടെ മെമ്മറി അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ റൂളിംഗ് ഔട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു ഓപ്ഷൻ എങ്കിലും നിങ്ങൾക്ക് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുവാണെങ്കിൽ അത് നിങ്ങളെ റൈറ്റ് ആൻസറിലേക്ക് എത്തിക്കാനായിട്ടുള്ള പ്രോബബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. സോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത്യാവശ്യം 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ ഒരു ഓപ്ഷൻ അല്ല എന്നുള്ളത് 100% ഉറപ്പാണെങ്കിൽ പോലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു 75% ചാൻസ് ഉണ്ടല്ലോ ആ ക്വസ്റ്റ്യൻ റൈറ്റ് ആയിട്ട്. സോ ടേക്ക് യുവർ ചാൻസ് എന്നേ ഞാൻ പറയുള്ളൂ. അത് only if your exam is easy. ഓക്കെ, എക്സാം ഡിഫിക്കൽട്ട് ആവുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞു കളിക്കണം, ഡിഫെൻസീവ് ആയിട്ട് കളിക്കണം. ആ ഓപ്ഷൻ വെറുതെ എന്തിനാണ് നമ്മൾ തെറ്റിക്കുന്നത് എന്നുള്ള മൈൻഡ് സ്റ്റേറ്റിലേക്ക് പോകണം. പക്ഷേ എക്സാം നല്ല ഈസിയാണ്, 190 കൂടുതൽ ഉത്തരങ്ങൾ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മളെ ഹെസിറ്റേറ്റ് ചെയ്യുന്നത്? നമുക്ക് 75% ചാൻസ് ഉണ്ട് ഉത്തരം റെഡിയാക്കാൻ, അല്ലേ? അറ്റംപ്റ്റ് ചെയ്യുക, ധൈര്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. പക്ഷേ അറ്റംപ്റ്റ് ചെയ്യാൻ ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യം നിങ്ങൾക്ക് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഗ്രാൻഡ് ടെസ്റ്റുകളിൽ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഡയറക്റ്റ് നീറ്റ് PG പോയിട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല. ഗ്രാൻഡ് ടെസ്റ്റിൽ ആ ധൈര്യം ലൈക്ക് നിങ്ങൾ ആ ധൈര്യത്തോടെ അറ്റൻഡ് ചെയ്ത് അത് ശരിയാവുന്നു എന്ന് നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്ക് അതിനൊരു കോൺഫിഡൻസ് ഫുള്ളി വരുള്ളൂ. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നീറ്റ് PG യിലും കോൺഫിഡന്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നീറ്റ് PG യിൽ ചെല്ലുമ്പോൾ പാനിക് ആവും. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് തിങ്. സോ വാട്ട് അബൌട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഇത് വരുമ്പോൾ നമ്മൾ എങ്ങനെ റൂൾ ഔട്ട് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് നമ്മുടെ ഒരു മെമ്മറി ഓറിയന്റഡും കൂടെയാണ്. അതായത് വി ഹാവ് ടു തിങ്ക് ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പഠിച്ചത് ഏത് ടോപ്പിക് ആണ്, അത് ഏത് പേജിലാണ് പഠിച്ചത്. സോ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി, വേണമെങ്കിൽ നമ്മൾ നോട്ട്സ് ഒക്കെ കുറച്ചൊന്ന് കളർഫുൾ ആയിട്ടൊക്കെ വേണമെങ്കിൽ സോർട്ട് ചെയ്യാം, കുറച്ച് കുനിപ്പിടാം, കുറച്ച് ഹൈലൈറ്റർ ഒക്കെ വെച്ച് മാർക്ക് ചെയ്യാം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഇങ്ങനെ കണ്ടു വരുമ്പോൾ നമുക്കൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറി കിട്ടാം. അതില്ലെങ്കിൽ പോലും നമുക്ക് ആ പഠിച്ച പേജ് നമ്മുടെ ഓർമ്മയിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. സോ ട്രൈ ടു റിമെമ്പർ ദ പേജ്. നമ്മളെ അന്ന് അത് പഠിപ്പിച്ച ആ ക്ലാസ് ഓർത്തെടുക്കാൻ പറ്റുമോ നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യുക. ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഇപ്പൊ ഞാൻ തൈറോയിഡിന് ഇപ്പൊ എനിക്കൊരു ക്വസ്റ്റ്യൻ, ഒരു ഗോയിറ്റർ സംബന്ധിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ആലോചിച്ച് അതിന്റെ അനാറ്റമി തൊട്ട് അല്ലെങ്കിൽ ഫിസിയോളജി തൊട്ട് ബയോകെമിസ്ട്രി തൊട്ട് ആലോചിച്ച് വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ അതിന്റെ ഉത്തരം കിട്ടും. സോ ഇന്റഗ്രേറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പം ഒരു ഒരു CNS കൺവൾസൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ സൈക്കാട്രിയിൽ പഠിച്ച സാധനമാണെങ്കിൽ അത് ഇപ്പൊ ഒരു LSD കുറിച്ചുള്ള സംഭവം നിങ്ങൾ ഫാർമക്കിലും പഠിച്ചിട്ടുണ്ടാവും, സൈക്കാട്രിയിലും പഠിച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് സൈക്കാട്രി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നറിയാം, പക്ഷേ ഫാർമക്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് എന്തോ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് യു ഹാവ് ലേൺഡ് ഇറ്റ് ഇന്റഗ്രേറ്റഡ്. സോ അതും നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും അറിയാമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തന്നിരിക്കുകയാണ്, ഒരു ഹൈപ്പോ പിഗ്മെന്റഡ് ആയിട്ട് ഒരു മാക്യൂൾ തന്നു, അതിന് ചെറിയൊരു സ്കെയിലിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വിറ്റിലിഗോ ആണ്. നിങ്ങൾക്ക് അറിയില്ല, ക്വസ്റ്റ്യൻ ഉത്തരം അറിയില്ല, പക്ഷേ അതിന്റെ ഒരു ഓപ്ഷൻ വിറ്റിലിഗോ ആണ്. വിറ്റിലിഗോയിൽ സ്കെയിലിംഗ് ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ വിറ്റിലിഗോ നിങ്ങൾക്ക് കട്ട് ഓഫ് ചെയ്ത് കളയാം. സോ സ്കെയിലിംഗ് ഇല്ലാതെ മാത്രമേ നിങ്ങൾക്ക് വിറ്റിലിഗോയെ കുറിച്ച് അറിയുള്ളൂ. അതൊരു വെളുത്ത പാടാണെന്നോ അല്ലെങ്കിൽ അതിന് എവിടെയാണ് അത് വരുന്നതെന്നോ എങ്ങനെയൊക്കെ കാണാമെന്നോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ആകെ അറിയുന്ന വിറ്റിലിഗോയിൽ ഞാൻ സ്കെയിലിംഗ് കേട്ടിട്ടില്ല. എന്താ വിറ്റിലിഗോ എന്ന് എനിക്കറിയില്ല, പക്ഷേ വിറ്റിലിഗോയിൽ ഞാൻ സ്കെയിലിംഗ് കേട്ടിട്ടില്ല. പക്ഷേ ഈ തന്നിരിക്കുന്ന സാധനത്തിൽ സ്കെയിലിംഗ് ഉണ്ട്. അപ്പം സ്കെയിലിംഗ് ഇല്ലാത്ത ഒരു സാധനത്തിനെ കളയുന്നു. യു ക്യാൻ റിമൂവ് വിറ്റിലിഗോ ഫ്രം ദ ഓപ്ഷൻ, അല്ലെ? എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാമെങ്കിൽ റൂൾ ഔട്ട് ചെയ്യണം. ഇതൊരു ധൈര്യത്തിന്റെ പുറത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ മാക്സിമം കോൺസെപ്റ്റിന്റെ ആപ്ലിക്കേഷനേക്കാളും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ധൈര്യം യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പൊ ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ലേണിംഗ്, ഇതും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ, ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, അല്ലെങ്കിൽ ഫംഗൽ കോണിൽ അൾസർ, ബാക്ടീരിയൽ കോണിൽ അൾസർ, ടീനിയ വെർസിക്കോളർ, പിറ്റീരിയാസിസ് ടീനിയ വെർസിക്കോളർ, വിറ്റിലിഗോ, പിറ്റീരിയാസിസ് ആൽബ, അങ്ങനത്തെ ഹൈപ്പോപിഗ്മെന്റഡ് മാക്യൂൾസ്, ഇതിലേതാണ് എനിക്ക് തന്നിരിക്കുന്ന ഈ പാഠം എങ്ങനെ അറിയും? നമ്മൾ ഓരോന്നിനെ കുറിച്ച് എഴുതാനല്ല ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫീച്ചർ അറിയുക. വിറ്റിലിഗോയിൽ സ്കെയിലിംഗ് ഇല്ല എന്നറിയാം, PLBയിൽ ചെറിയ സ്കെയിലിംഗ് കാണും, വേഴ്സിക്കോളിലും ചെറിയ സ്കെയിലിംഗ് കാണും. അപ്പൊ ഡെഫിനറ്റ്ലി സ്കെയിലിംഗ് ഉള്ള സാധനം വിറ്റിലിഗോ അല്ല. അപ്പൊ കമ്പാരിറ്റീവ് ആയിട്ട് ലേൺ ചെയ്യുക. ഒരേപോലെയുള്ള വസ്തുക്കളെ കമ്പാരിസൺ ആയിട്ട് പഠിക്കുക. എന്താണ് ഒന്നിൽ നിന്നും മറ്റിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് അറിയുക. കാരണം റൂളിംഗ് ഔട്ടിൽ MCQ ഓപ്ഷൻ ആയിട്ട് അങ്ങനെ വരുള്ളൂ. അല്ലാതെ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരമായിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലാന്നല്ല, പക്ഷേ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അപ്പൊ അത് അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്ത് തന്നെ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഓട്ടോ ഇമ്യൂൺ തൈറോയിഡൈറ്റിസ് ഒക്കെ ആണെങ്കിൽ പല ടൈപ്പ് ഉണ്ട്, അല്ലെ? ഹാഷിമോട്ടോ ഉണ്ട്, ഡീകുർവിൻ ഉണ്ട്. ഇതിലൊക്കെ ഓരോ നമ്മുടെ ഡിഫറൻസ് എന്താണ് എന്ന് പഠിക്കണം. എങ്കിലേ 4 ഓപ്ഷന്റെ ഈ തൈറോയിഡൈറ്റിസുകൾ വരുമ്പോൾ ഇതിൽ ഏതാണ് ഇതെന്ന് എനിക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ വി ഹാവ് ടു ലേൺ ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇപ്പൊ യൂഷ്വലി എന്നും 2 ഓപ്ഷൻസ് കൺഫ്യൂസിംഗ് ആണ്. ചിലപ്പോൾ 2 ഓപ്ഷൻസിന് ക്വസ്റ്റ്യൻ ആയിട്ട് യാതൊരു ബന്ധം പോലും കാണില്ല. നീറ്റ് PG ആണ്, അങ്ങനെയാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരിക. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾസോ. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ, 2 ഓപ്ഷൻ കാണുമ്പോൾ ഇതാണ് ഉത്തരം എന്ന് നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് നിങ്ങളോട് അപ്പോഴേ പറയുകയാണെങ്കിൽ അത് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ ടാമ്പർ ചെയ്യരുത്. നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് ഓൾവേസ് വിൽ ബി റൈറ്റ്. അത് പറയാനുള്ള പ്രധാന കാരണം നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. നിങ്ങൾ കുറച്ചൊരു ഗ്രാൻഡ് ടെസ്റ്റ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എന്ത് കറക്കി കുത്തിയാലും തെറ്റും.
ബേസിക്കലി ഞാൻ ഒത്തിരി കേട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ കറക്കി കുത്തുന്നത് ഒന്നും ആലോചിക്കാതെയാണോ? നിങ്ങളൊരു ഉത്തരം കാണുമ്പോൾ ഇതാണ് കറക്റ്റ് എന്ന് ഫൈൻഡ് ചെയ്ത് അതിലേക്ക് ഡയറക്റ്റ് പോവാണ് ചെയ്യുക. അല്ല. മിക്കവാറും നമ്മൾ കറക്കി കുത്തുന്നത് എപ്പോഴാ? ഇങ്ങനെ ഇരുന്ന് നോക്കും. ഇതാണോ? 2 ഓപ്ഷൻ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു തുലാസിലിട്ട് നമ്മൾ തൂക്കി നോക്കും. തൂക്കി നോക്കിയിട്ട് ഏതാണ് കുറച്ച് ബെറ്റർ എന്ന് ഇങ്ങനെ നോക്കിയിട്ടായിരിക്കും നമ്മൾ കറക്കി കുത്തുന്നത്. അത്രയും കറക്കി കുത്തൽ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഉത്തരം തെറ്റും. ഞാൻ പറയുന്നത് ഗട്ട് ഫീലിംഗിന്റെ കാര്യമാണ്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇനീഷ്യലി തന്നെ നമുക്ക് തോന്നും ദിസ് ഇസ് ദ ആൻസർ. അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ചിലപ്പം ഈ ക്ലാസ്സിൽ കേട്ട കാര്യമാണെന്നില്ല, ചിലപ്പോൾ പാഠ്യ കേട്ട കാര്യമാണെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ MBBSന്റെ ഫസ്റ്റ് ഇയർ കാലഘട്ടത്തിലോ മറ്റോ, അതായത് 6 കൊല്ലം മുന്നേ ഒക്കെ എവിടേക്കോ നിങ്ങൾ കേട്ടും മറന്ന കാര്യങ്ങൾ. കാരണം നിങ്ങൾ ഈ നീറ്റ് PGക്ക് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റിനും ഒരു ടോപ്പിക്ക് പോലും നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു കാര്യമല്ല. നിങ്ങളത് ഓരോ വർഷം മേ ബി നമ്മൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് എക്സാമിന് പഠിച്ചവരോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മാർക്കൊക്കെ വാങ്ങി പോയവരോ ഒന്നും ആയിരിക്കണം എന്നില്ല. പക്ഷെ നിങ്ങളൊക്കെ ഇതൊക്കെ എവിടേക്കോ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഹൗസ് സർജൻസി സമയത്ത് നിങ്ങൾ ഒരുപാട് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഐ ഹാഡ് എ ക്വസ്റ്റൻ ഇൻ മൈ നീറ്റ് PG എക്സാം. ഇറ്റ് വാസ് സംതിങ് അബൌട്ട് എക്സ്റ്റേണൽ ഫിക്സേഷൻ, അങ്ങനെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ് എക്സാക്ട്ലി. ബട്ട് ആ ഒരു ക്വസ്റ്റൻ ഞാൻ അറ്റംപ്റ്റ് ചെയ്തത് ലൈക്ക് ഇറ്റ് വാസ് നോട്ട് ദെയർ എനിവെയർ. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് വേറെ എവിടെയും ഞാൻ ആ ക്വസ്റ്റൻ കണ്ടിട്ടില്ല. ഇറ്റ് വാസ് ലൈക്ക് എ റിലേറ്റീവ്ലി ന്യൂ ക്വസ്റ്റൻ ഫോർ മീ ആ നീറ്റ് PGക്ക് വന്നപ്പോൾ. പക്ഷെ ഞാൻ ആ ക്വസ്റ്റൻ ഉത്തരം എഴുതിയത് എന്റെ ഹൗസ് സർജൻസിയുടെ ഓർമ്മയിൽ വെച്ചിട്ടാണ്. അതുപോലെ പല ക്വസ്റ്റ്യൻസും നമ്മൾ ഹൗസ് സർജൻസിക്ക് എവിടെയെങ്കിലും ചെറിയ നേർമയായിട്ട് നമ്മളോട് ആരെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു PG പോലും നമ്മളോട് ചെറുതായിട്ട് പറഞ്ഞു തന്ന ഒരു കാര്യം വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ആ കാര്യം നമ്മുടെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. അതായിരിക്കും നമുക്ക് ചിലപ്പം അന്ന് ഞാൻ ഇതുപോലെ നീറ്റ് PGയിലെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ എന്റെ ഇൻഡ്യൂഷനിൽ തോന്നിയ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അപ്പോൾ തന്നെ ഉത്തരം മാർക്ക് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി റൈറ്റ്. ആൻഡ് അതിലൊരു സർപ്രൈസിന്റെ എലമെന്റ് ഇല്ല. കാരണം എവിടേക്കോ നമ്മുടെ ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമുക്കറിയാവുന്ന ആ ഒരു മെമ്മറി നമ്മുടെ സബ് കോൺഷ്യസ്നെസ് ഒന്ന് പൊക്കിയെടുത്തൊന്ന് കൊണ്ടുതരുന്നതാണ്. ആൻഡ് ഓൾവേസ് ട്രസ്റ്റ് യുവർ ഗട്ട് ഫീലിംഗ്. ആൻഡ് അതിന്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആണ് ദാറ്റ് ഐ ഹാവ് ആക്ച്വലി സെക്യൂർഡ് എ ഗുഡ് റാങ്ക് ഇൻ നീറ്റ് PG. സോ ഐ വിൽ ആക്ച്വലി ആസ്ക് യു ടു ട്രസ്റ്റ് ദാറ്റ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഗട്ട് ഫീലിംഗിനെ ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ പ്രാക്ടീസ് ബെറ്റർ. അതാണ് ഈ ഒരു കൺഫ്യൂസിംഗ് ഓപ്ഷൻസും റൂളിംഗ് ഔട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എന്താ പറയാ ആ ഒരു പ്രോസസ് ആണ് ഇമ്പോർട്ടന്റ്. സോ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇസ് ഗോയിങ് ടു വർക്ക് ഔട്ട് റൈറ്റ്. So അതാണ് about the confusing options and about the ruling out. So definitely you have to try that skill in your upcoming grand test. ഇപ്പൊ കമ്പാരിറ്റീവ് ലേണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഡെഫിനറ്റ്ലി കമ്പാരിറ്റീവ് ലേണിംഗ് വഴിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ റൂളിംഗ് ഔട്ട് വിൽ ബി എ പീസ് ഓഫ് കേക്ക്. ഓക്കെ, ദെൻ എനിക്കൊന്നും അറിയാത്ത ഒരു ക്വസ്റ്റ്യൻ, ഒരു പുത്തൻ ക്വസ്റ്റ്യൻ കൈ വരികയാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യും? ആൻഡ് വെൻ ഷുഡ് യു അറ്റംപ്റ്റ് ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്? നിങ്ങൾക്ക് ഒരു 190 ക്വസ്റ്റ്യൻസ് നീറ്റ് PGയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി, അത്യാവശ്യം എളുപ്പമുള്ള പരീക്ഷയാണെങ്കിൽ ഇങ്ങനെ ഒന്നും അറിയാത്തൊരു ക്വസ്റ്റിനെ കയറി നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അതൊരു നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത കൂടുതൽ. പക്ഷെ നമ്മളൊരു ഡിഫൻസീവ് പ്ലാനിൽ കളിക്കുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അത് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ തകരാറുമില്ല. ഒരു ഓപ്ഷനെങ്കിലും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റിയാൽ ബാക്കിയുള്ള 3 എണ്ണം, അതായത് ഈ പറഞ്ഞ ഓക്കെ, ഐ തിങ്ക് ദ പെർസെന്റേജ് ഐ സെഡ് വാസ് റോങ് ബിഫോർ. ഓക്കെ, എനിവേ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 3 എണ്ണത്തിൽ എവിടെയോ നിങ്ങളുടെ ഉത്തരവുണ്ട് അല്ലെ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൽ നിന്നും ഈ പറഞ്ഞ ഒരു ഒരെണ്ണം അതിന്റെ ഉത്തരമായിരിക്കും. അത് ഉത്തരം ആകാനുള്ള സാധ്യത, ഒരു കറക്റ്റ് ആൻസർ ആവാനുള്ള സാധ്യതയും ഡെഫിനറ്റ്ലി കൂടുതലാണ്. സോ അത് നിങ്ങൾക്ക് എന്തായാലും അറ്റംപ്റ്റ് ചെയ്യാം. അതൊരു ഡിഫൻസീവ് ഗെയിം പ്ലാനിന്റെ ഭാഗമാണ്. സോ ഒന്നും അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതും ഒരു ഡിഫൻസീവ് ഗെയിം പ്ലാനിന്റെ ഭാഗമാണ്, അഗ്രസീവ് ഗെയിം പ്ലാനിന്റെ ഭാഗം അല്ല. സോ അഗ്രസീവ് ഗെയിം പ്ലാനിന്റെ അവിടെ നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ട കാര്യം മോസ്റ്റ്ലി നിങ്ങൾക്ക് വരില്ല. നിങ്ങൾ 100% ഷുവർ ആയ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നും അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കാം. സോ ആൻസേഴ്സ് ഇതിൽ മിക്കവാറും കിടക്കുന്നത് ഒന്നെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ്, അല്ലെങ്കിൽ എൻറ്റയർലി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇപ്പം നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനം പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ റിമീസ് ടെസ്റ്റ് അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ വരുമല്ലോ ENTയിൽ. അപ്പൊ അതൊക്കെ വരുമ്പം ക്വസ്റ്റ്യൻ അവസാനം ഏത് ഇയറിനാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പൊ റൈറ്റ് ഇയർ, ലെഫ്റ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. കാരണം റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് അതിലുള്ളൂ. പക്ഷെ 4 ഓപ്ഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും അവർ അത് ലൈക്ക് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് പോയിന്റ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ ഓൾറെഡി ഞാനിപ്പം ഡെർമറ്റോളജി എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇപ്പം ടീനിയ വെർസിക്കോളർ, ടീനിയ കോർപോറസ്. ഓക്കെ, പിന്നെ കിടക്കുന്ന 2 സോറിയാസിസ്, ലൈക്കൻ പ്ലാനറ്റ്സ് എന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഉത്തരം ഇരിക്കുന്നത് എൻറ്റയർലി സിമിലർ ആയിട്ടുള്ള 2 ഓപ്ഷൻസിലായിരിക്കും. അതായത് മോസ്റ്റ് പ്രോബബ്ലി ടീനിയ കോർപ്പോറസിനും ടീനിയ വെർസിക്കോളറിനും ഇടയ്ക്കുള്ള ഒരെണ്ണത്തിലായിരിക്കും നിങ്ങൾക്ക് ഉത്തരം കിടക്കുക. ഇത് രണ്ടിലും ഏതെങ്കിലും ആയിരിക്കും ഉത്തരം. അത് ഒരു എക്സാമിനേഴ്സ് മൈൻഡ് സ്റ്റേറ്റ് ആണ്. അതായത് ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയില്ല, എന്താണ് ലൈക്കൻ പ്ലാനറ്റ്സ് നിങ്ങൾക്ക് അറിയില്ല, എന്താണ് സോറിയാസിസ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് 2 സിമിലർ ആയിട്ട് 2 ഓപ്ഷൻ വന്നു, ഒരു ടീനിയ പേരുള്ള 2 ഓപ്ഷൻ വന്നു. രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ എക്സാമിനർ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ഹേസ്റ്റിനെസ് അല്ലെങ്കിൽ അക്യുറസിയുടെ പ്രോബ്ലത്തെയാണ് ഇവിടെ കുറച്ചുകൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഈവൻ തോ അതൊരു എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരിക്കും ആസ് ഫാർ ആസ് എക്സാമിനർ ഇസ് കൺസേൺ. അപ്പൊ അയാൾ അത് തെറ്റിക്കാനായിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റൻ എടുത്ത് എന്തിനാ ടീനിയ കാണുമ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ ചാടി കയറി ടീനിയ കോർപ്പോറസ് ആദ്യത്തെ ഓപ്ഷൻ ടീനിയ അങ്ങ് കൊടുത്തിട്ട് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ആ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെ 2 സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇടുക. ഇത് മിക്ക കോമ്പറ്റേറ്റീവ് എക്സാമിലും നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈവൻ നിങ്ങളുടെ GTസിലും ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ ടീനിയ കോർപ്പോറസ് ആയിരിക്കില്ല അവിടെ ചിലപ്പോൾ ഉത്തരം, ടീനിയ വെർസിക്കോളർ ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിനെ നമ്മുടെ രീതിയിലേക്ക്, നമ്മുടെ ഒരു അഡ്വാൻറ്റേജിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ കാണുമ്പോൾ സോറിയാസും ലൈക്കൻ പ്ലാനറ്റ്സ് ഇങ്ങനെ മാറി കിടക്കുന്നു, ടീനിയ വെർസിക്കോളറും ടീനിയ കോർപ്പോറസും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ നമുക്ക്
സ്വാഭാവികമായിട്ടും ഡൗട്ട് അടിക്കാം. ഇത് എന്തുകൊണ്ട് ഈ പറഞ്ഞ ടീനിയ വേഴ്സിക്കോളർ അല്ലെങ്കിൽ കോപ്പോർസ് ഇതിൽ എന്തെങ്കിലും ഒന്നായിരിക്കും. നമുക്ക് ഡെഫിനറ്റ്ലി സോരാസ് ലൈക്കൻ പ്ലാന്റ്സ് നമ്മൾ മാറ്റി നിർത്തി ഇതിലൊരെണ്ണം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നു. 50% ചാൻസ് നമ്മൾ എടുക്കുന്നു. ഇറ്റ് മൈറ്റ് ഗെറ്റ് റൈറ്റ്. മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ഗെറ്റ് റൈറ്റ്. ഓക്കെ, 50% ചാൻസ് നിങ്ങൾക്ക് അവിടെ ഉണ്ട് അത് റെഡിയാക്കാനായിട്ട്. അതുപോലെ എൻറയർലി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ, ഐ തിങ്ക് ഐ എം നോട്ട് ഗെറ്റിംഗ് എ ഗുഡ് എക്സാമ്പിൾ റൈറ്റ് നൗ. ഓക്കെ, ഐ വിൽ കം ടു ദാറ്റ് ലേറ്റർ. എനിവേ, എൻറയർലി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നൗ അതുപോലെ തന്നെ ഓൾ ഓഫ് ദീസ്, നൺ ഓഫ് ദീസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലായിരിക്കും മിക്കവാറും ഉത്തരം വരിക. സോ ഇതൊന്നും യൂണിവേഴ്സൽ അല്ല കേട്ടോ. ഇതൊക്കെ ശരിയാവാനുള്ള പ്രോബിലിറ്റി ലൈക്ക് ഒരു 60% പ്രോബിലിറ്റി ഒക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. ശരിയാകാം, ശരിയാകാതെ ഇരിക്കാം. പക്ഷെ നിങ്ങൾക്ക് റിസ്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റിസ്ക് എടുക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. സോ ഓൾ ഓഫ് ദീസ്, നൺ ഓഫ് ദീസ് എന്നൊക്കെ നിങ്ങൾ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഉത്തരവാനുള്ള പ്രോബിലിറ്റി. ഒന്നും അറിയാത്തൊരു ക്വസ്റ്റൻ ആണെങ്കിൽ ഓൾ ഓഫ് ദീസ്, നൺ ഓഫ് ദീസ് ഓപ്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നീറ്റ് പി ജി കഴിഞ്ഞ എക്സാമിന് എനിക്ക് ഹെൽപ്ഫുൾ ആയ ഒരു കാര്യമാണ്. അതായത് ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഹൈപ്പോനട്രീമിയെ കുറിച്ചൊക്കെ ഉള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അതിന്റെ ആ ഒരു ഫസ്റ്റ് വന്ന ക്വസ്റ്റൻ ആക്ച്വലി അതിലെ ഓപ്ഷൻസിനകത്ത് ഹൈപ്പോനട്രീമിയ, ഹൈപ്പർനട്രീമിയ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് അതിന്റെ ഉത്തരം അവിടെ വെച്ച് എനിക്കത് കിട്ടിയില്ല. അപ്പൊ ഞാനിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വേറൊരു ക്വസ്റ്റൻ റിഗാർഡിംഗ് ഇലക്ട്രോലൈറ്റ്സ്, ഈ ക്വസ്റ്റന്റെ തന്നെ ഒരു ഡിഫറന്റ് ടൈപ്പ് ഓഫ് വേർഷൻ അതിൽ നിന്നും എനിക്ക് മനസ്സിലായി. കാരണം അതിന്റെ അകത്ത് ഹൈപ്പോനട്രീമിയാണ് കിടക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ ഇപ്പുറത്ത് കൊണ്ട് ഹൈപ്പോനട്രീമി തിക്ക് ചെയ്തു. ബോത്ത് ആൻസേഴ്സ് വെർ റൈറ്റ്. സോ ഏതോ ഒരു പാർട്ട് ഓഫ് ദാറ്റ് നീറ്റ് പി ജിയിൽ മോസ്റ്റ്ലി നിങ്ങൾക്ക് പോസിബിൾ ആവുന്ന ഒരു കാര്യമാണ്. കാരണം മിക്ക ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ഇതിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ പേപ്പറിൽ തന്നെ മറ്റൊരു ക്വസ്റ്റിനിൽ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ചൂഴ്ന്നെടുക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് കോൺഷ്യസ് ആയിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റിനിൽ തന്നെ ഇതിനുള്ള ചെറിയ ചെറിയ ക്ലൂസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കണം. അപ്പൊ അതിനുവേണ്ടി ക്വസ്റ്റ്യൻസ് നല്ല അടിപൊളിയായിട്ട് വായിക്കുക. ചെറിയ എന്തെങ്കിലും കാര്യം കാണുള്ളൂ ആ ഒരു ക്വസ്റ്റിന്റെ അകത്ത്, അത് ശ്രദ്ധിച്ചെടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്കെയിലിംഗ് എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. ആ സ്കെയിലിംഗ് വെച്ച് മാത്രം നമുക്ക് 2-3 സാധനങ്ങൾ റൂൾ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് ആ ക്വസ്റ്റിന്റെ അകത്തുള്ള ക്ലൂസ് വെച്ച് ഓപ്ഷൻസ് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പിന്നെന്താ, എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇൻട്യൂഷൻ ഫോളോ ചെയ്യുക. പിന്നെ ഏറ്റവും ദിസ് ഇസ് നോട്ട് എത്തിക്കൽ ടു സേ ലൈക്ക് ദിസ്, പക്ഷെ റാൻഡം ഗസ് ആണ്. അതായത് നിങ്ങൾക്ക് വെറുതെ കറക്കി കുത്തണമെങ്കിൽ പോലും, നിങ്ങൾക്ക് ഒന്നും അറിയാത്തൊരു ക്വസ്റ്റിനെ വെറുതെ കറക്കി കുത്തണമെങ്കിൽ പോലും നിങ്ങൾ ബി അല്ലെങ്കിൽ സി, അതിൽ തന്നെ ബി ആണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദാറ്റ് ആൻസർ റൈറ്റ് ഉണ്ട്. അതൊരു യൂണിവേഴ്സലി പ്രൂവൺ ഫാക്ട് ആണ്. കുറെ സ്റ്റാറ്റിസ്റ്റിക്സും സ്റ്റഡിയിൽ നിന്നും വന്നാണ്, എന്റെ ഒപ്പീനിയൻ അല്ല. നിങ്ങൾ വിക്കിപീഡിയ ഒക്കെ സെർച്ച് ചെയ്താലും അറിയാം, ബിയും സിയും ആണ് മിക്കവാറും ഉത്തരങ്ങൾ വരിക. കാരണം ഒരിക്കലും എക്സാമിനർ യൂഷ്വലി എയും ഡിയും പരമാവധി മാക്സിമം ക്വസ്റ്റൻസിൽ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 200 ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിലൊരു മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റൻസിന്റെ ഓപ്ഷൻസ് മിക്കവാറും ബിയും സിയും ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ തന്നെ ബി ആണ് കൂടുതലും വരിക. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ നിങ്ങൾ 2 റൂൾ ഔട്ട് ചെയ്തു, നിങ്ങൾക്ക് ഒരു സിയും ഡിയും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റിയാൽ എയും ബിയും ആണ് റിമൈനിങ് എങ്കിൽ എയേക്കാളും ടെൻഡൻസി ബിക്കാണ് ആൻസർ വരാൻ എന്നാണ് ഉദ്ദേശിച്ചത്. ബിയും സിയും വന്നു കഴിഞ്ഞാൽ ബിക്കാണ് സിയേക്കാളും കുറച്ച് കൂടുതൽ ടെൻഡൻസി വരാൻ എന്നാണ് ഉദ്ദേശിച്ചത്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വരാൻ പോകുന്ന GTസിൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നീറ്റ് പി ജിയിൽ അറ്റംപ്റ്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് വർക്ക്ഔട്ട് ആവുന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന എല്ലാ GTസിലും നിങ്ങൾ ഇത് യൂസ് ചെയ്യണം. എല്ലാ GTസിലും നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ നീറ്റ് പി ജിയിലും ഇത് യൂസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. എല്ലാ GTസിലും ഇത് യൂസ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നീറ്റ് പി ജിയിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു നല്ല റാങ്ക് കിട്ടും. സോ ഐ എം നോട്ട് ആസ്കിംഗ് യു ടു ഫോളോ ദിസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ്. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ റൂളിംഗ് ഔട്ടോ കാര്യങ്ങളോ അതിനേക്കാളൊക്കെ അതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം ഇംബൈബ് ചെയ്തു. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് മാസത്തിൽ ഒരു GT അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരു GT, അല്ലെങ്കിൽ നിങ്ങൾ GTകൾ ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കൊണ്ട് നിങ്ങൾക്ക് നീറ്റ് പി ജിയിൽ ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. സോ മാക്സിമം ക്വസ്റ്റൻസ് ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റൻ ബാങ്ക് ആണ് ചെയ്യുന്നതെങ്കിലും പ്രീവിയസ് ഇയർ ആണ് ചെയ്യുന്നതെങ്കിലും GTs ആണെങ്കിലും എല്ലാ ക്വസ്റ്റനിലും ഈ പറയുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക ആൻഡ് കീപ് ഓൺ പ്രാക്ടീസിങ്, ആൻഡ് ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ആൻഡ് കുറെ പേർക്കെങ്കിലും ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ബട്ട് I think so we are concluding the session today. Thank you all.